നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനിയിപ്പോ ഇരിക്കുന്നതായിരിക്കോ? 19 വയസ്സ്, ഉച്ചിയിൽ കെട്ട്, നെറ്റിയിൽ കുറി, രുദ്രാക്ഷമാല. പക്ഷേ വസ്ത്രം കാവിയല്ല, വെള്ളയാ. ഇനിയിപ്പോ മേഘനാഥ് സാർ പറഞ്ഞ പോലെ ഒളിച്ചും പതുങ്ങി നടക്കുന്നുണ്ടായിരിക്കോ? ഒന്ന് വിളിച്ചു കളയാം. എത്രയായി? 85. ചില്ലറ ഇല്ലേ? ചേട്ടാ ഒരു മിനിറ്റ്. സുധാകരേട്ടാ, ചില്ലറയുണ്ടെങ്കിൽ 85 രൂപ കൊടുത്തേക്ക്. ശരി കുഞ്ഞെ. ചേട്ടാ ഈ ഫോണും കൂടെ വച്ചേക്കും കൂടി. ഇതാ. കൃഷ്ണ ഗുരുവായൂരപ്പ വാസുദേവ കാത്തുരക്ഷിക്കണേ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൂടെ നിന്ന് സഹായിക്കണേ. ഇന്ന് കളറുകൾ കുറവാണെന്ന് തോന്നുന്നു. ഉള്ള കളർ വെച്ച് നീ പെയിന്റ് ചെയ്യാൻ നോക്ക്. ചേട്ടച്ചാര് കാണരുത്. അത് വേറെ സെറ്റ്, നമ്മൾ വേറെ സെറ്റ്. കൊച്ചേട്ടൻ വാ, നമുക്കൊന്ന് കറയും കളയാം. ഭഗവാനെ കൃഷ്ണ, വെറും കൈയോടെ നാട് വിട്ടു വന്ന എനിക്ക് നീ പല സൗഭാഗ്യങ്ങളും തന്ന് അനുഗ്രഹിച്ചു. പക്ഷേ എന്റെ രാധ എനിക്ക് തിരിച്ചു തരാൻ മാത്രം നീ ഇനിയും കരുണ കാണിച്ചിട്ടില്ല. അവൾ നാട് വിട്ടു പോയ നാൾ മുതൽ അന്വേഷിക്കാൻ ഇന്നവൾ തിരിച്ചറിയാനാവാത്ത വിധം വളർന്നിട്ടുണ്ടാവും. അവളെ തിരിച്ചറിയാൻ എന്തെങ്കിലും ഒരു അടയാളം കാണിച്ച് അവളെ നീ എനിക്ക് മുന്നിൽ എത്തിക്കണം. പ്രണയിക്കുന്ന ഹൃദയങ്ങൾക്ക് എന്ന് മത്താണിയായിട്ടുള്ള നിന്നോട് മാത്രമേ എനിക്കിത് പറയാൻ പറ്റൂ. കൃഷ്ണ ഭഗവാനെ, ഭയത്തിന്റെയും അലച്ചിലിന്റെയും നാളുകൾ കഴിഞ്ഞതേയുള്ളൂ. ഇതിനിടയിൽ എനിക്ക് അന്വേഷിക്കാൻ കഴിയാതെ പോയ എന്റെ കൃഷ്ണനെ തിരിച്ചു തരാൻ നീ വേണം സഹായിക്കാൻ. ഇപ്പോഴുള്ള എന്റെ പ്രാർത്ഥന എന്റെ സ്വന്തം കൃഷ്ണന് വേണ്ടിയാ. എത്രയും വേഗം കൃഷ്ണൻ എന്റെ മുന്നിൽ വന്നു ചേരാൻ നീ അനുഗ്രഹിക്കണം. എന്റെ കൃഷ്ണനെ എന്റെ അരികിലേക്ക് എത്തിക്കണം ഭഗവാനെ. ഭക്തവത്സല, സഹായിക്കണേ. ഹലോ സാർ. ഹലോ ബാസി, എന്തായി? ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക.
ആളെ നീ കണ്ടെത്തിയോ? കണ്ടോന്ന് ചോദിച്ചാൽ കണ്ടെത്തി. പക്ഷേ പറഞ്ഞ ലക്ഷണങ്ങൾ ചില മാറ്റങ്ങളുണ്ട്. അതാ ഒരു കൺഫ്യൂഷൻ. എന്ത് മാറ്റം? പ്രധാന മാറ്റം ഉടുത്തിരിക്കുന്നത് കാവ്യല്ല, വെള്ള വസ്ത്രമാണെന്നുള്ളതാ. അവരടുത്ത് പൂജയുടെ തട്ടവും പിന്നെ ദേവിയുടെ ശിരസ്സൊന്നും കാണാനുമില്ല. ബാക്കി ലക്ഷണങ്ങളൊക്കെ പക്കയാ. അത് നീ ശ്രദ്ധിക്കണ്ട. ഒളിച്ചും കറങ്ങിയും നടക്കുമ്പോ ഇങ്ങനെ ചിലതൊക്കെ ചെയ്യുന്നത് ഉറപ്പാ. ഏതായാലും ആളുടെ അടുത്ത് പോയി ഒന്ന് നോക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചൊരു ഡയലോഗ് അടിച്ചു നോക്ക്. അപ്പൊ അവരുടെ പ്രതികരണം കണ്ടാൽ മനസ്സിലാവും. എന്നിട്ട് എന്നെ വിളിക്ക. അപ്പൊ ഞാൻ അങ്ങോട്ട് എത്താൻ നോക്കാം. ശരി സാറേ, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ശരി. അപ്പോ രണ്ടുപേര് ചേർന്നാവുമ്പോ എളുപ്പം കഴിയും. ഭഗവാന് കൂടുതൽ സന്തോഷമാവുകയും ചെയ്യും. അങ്ങനെ ഇപ്പൊ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ ഇയാള് മെനക്കെടണ്ട. സമാധാനത്തിലിരുന്ന് നല്ലോണം കെട്ടിക്കൊടുക്ക. അയ്യോ, പോലെ 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 കുട്ടിയൊരു കൈസഹായം ചെയ്താ ഇത് എളുപ്പം കഴിയുമായിരുന്നു. ഈ ഒരു കൈസഹായം എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. ഒറ്റയ്ക്കെങ്കിൽ ഒറ്റയ്ക്ക് കിട്ടുന്നതിൽ ഒരു ത്രില്ലൊക്കെ ഉണ്ട്. ആ പെങ്കൊച്ചിന്റെ അത് അറിഞ്ഞുകൂടാത്തോണ്ട. അമ്പലപ്പുഴ ശ്രീപത്മനാഭ ഗുരുവായൂരപ്പാ. മനുഷ്യരുടെ ഒരു കാര്യമേ, ഒരു ദേശത്തിലെ കുളത്തിലെറിഞ്ഞ മറ്റൊരു ദേശത്തിലെ അമ്പലത്തിൽ പൊങ്ങുന്ന കാലമാ കലികാലം. അല്ലയോ അമ്മച്ചി? ചെറിയ ആട്ടം കാണുന്നുണ്ട്. മുതൽ ഇത് തന്നെ. ഓരോരുത്തരും നിന്ന നിപ്പില് ഹാർട്ടടിച്ചു പോയി പടവാകുന്ന ഈ കാലത്ത് കയ്യും കാലും കെട്ടി കുളത്തിലെറിഞ്ഞാലും പൊങ്ങി വന്ന് മല പോലെ ഇരിക്കും. ആളൊരു ചില്ലറക്കാരിയൊന്നും ആയിരിക്കൂല. ഉയർത്തെഴുന്നേറ്റ് അമ്പലത്തിൽ ഭജനക്കിരിക്കുന്ന കാര്യങ്ങളെല്ലാം അറിയേണ്ടവരറിഞ്ഞിട്ടുണ്ടേ. ഏത് പൊത്തിൽ ഒളിച്ചാലും അയാൾ ഇങ്ങ് വരികയും ചെയ്യും, വന്ന് തിരിച്ചറിയുകയും ചെയ്യും. പിന്നെ അയാൾ തീരുമാനിക്കും ഇവിടെ ചിലർക്ക് മോക്ഷം നൽകി എങ്ങോട്ട് അയക്കണോന്ന്. ഈശ്വരാ, ഈശ്വരി അമ്മേ, കാത്തു രക്ഷിക്കണേ. അമ്മേ മഹാമായേ, ദുർവാക്കുകളാണല്ലോ അയാൾ പറഞ്ഞിട്ട് പോയത്. അതിന്റെ അർത്ഥം ആ മേഘനാഥൻ എന്നെ അന്വേഷിച്ച് വരുമെന്നായിരിക്കോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.